DMDK അധ്യക്ഷനുമായ വിജയകാന്ത് അന്തരിച്ചു. കോവിഡ് ബാധിതനായി ചെന്നൈയിൽ ചികിത്സയിലായിരുന്നു. സുവി വിശ്വനാഥൻ ചേരുന്നു വിവരങ്ങളുമായി. സുവി, രാഷ്ട്രീയത്തിലും വെള്ളിത്തിരയിലും ഒരുപോലെ തിളങ്ങിയ ഒരു വ്യക്തിത്വത്തിന്റെ വിടവാങ്ങലാണല്ലോ ഇത്. എന്തായിരുന്നു സംഭവം? ചികിത്സയിലായിരുന്നു അദ്ദേഹം? എൽദോ, തമിഴ് മലയാള ചലച്ചിത്ര പ്രേക്ഷകർക്ക് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടൻ വിജയകാന്ത് അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കോവിഡ് ബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും വഷളായിരുന്നു. 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന് എന്നാണ് പറയുന്നത്. നവംബർ 18-നാണ് അദ്ദേഹത്തെ ആദ്യമായി കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാകുന്നു എന്ന വാർത്തകൾ വന്നയുടനെ കുടുംബം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം തിരിച്ച് ആരോഗ്യനില വീണ്ടെടുത്ത് വന്നുവെങ്കിലും DMDKയുടെ അധ്യക്ഷ പദവി ഒഴിയുകയും ഭാര്യ പ്രേമലതയ്ക്ക് ഇതിന്റെ അധ്യക്ഷ സ്ഥാനം നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ചൊവ്വാഴ്ചയാണ് അദ്ദേഹത്തെ ഗിണ്ടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യനില തീർത്തും വഷളാവുകയായിരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ നിരവധി വെള്ളിത്തിരയിലും തിളങ്ങി നിന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. 1990കളിലും 80കളിലും എല്ലാം അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ വലിയ തോതിൽ പ്രേക്ഷക പിന്തുണ ലഭിച്ച ചിത്രങ്ങളായിരുന്നു. 90 മുതൽ 99 വരെ അദ്ദേഹം വിവിധ സിനിമകൾ ചെയ്തു. അവയെല്ലാം തന്നെ മിക്കതും ആക്ഷൻ ത്രില്ലറുകളായിരുന്നു എന്നാണ് പറയുന്നത്. വിവിധ പരാജയങ്ങൾക്ക് ശേഷം ദൂരത്ത് ഇടിമുഴക്കം എന്ന സിനിമയിൽ അദ്ദേഹം വിജയക്കൊടി പാറിക്കുകയും ചെയ്തു. ഈ സിനിമ ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിൽ അദ്ദേഹം തന്നെ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് ശേഷം വിജയകാന്ത് തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായി മാറുകയായിരുന്നു. 84-ൽ തമിഴ് നടൻ എന്ന നിലയിൽ വിജയകാന്ത് ഒരു വർഷത്തിൽ 18 സിനിമകൾ ചെയ്യുന്ന ഒരു റെക്കോർഡ് ഇടുകയും ചെയ്തിട്ടുണ്ട്. 79-ൽ MA കാജ സംവിധാനം ചെയ്ത ഇനിക്കും ഇളമൈ എന്ന തന്റെ ആദ്യ സിനിമയിൽ അദ്ദേഹം വില്ലനായി ബുക്ക് ചെയ്തു. അതേപോലെ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡ്, മികച്ച നടനുള്ള ഫിലിം ഫെയർ അവാർഡ്, ദക്ഷിണേന്ത്യൻ സിനിമാ പ്രവർത്തക സംഘടനയുടെ മുൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കലാലോകത്തിനും രാഷ്ട്രീയ രംഗത്തിനും വലിയ സംഭാവനകൾ നൽകിയ വിജയകാന്ത് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുകയാണ്.